It all starts when they turn 13. Oh no, it doesn't end at 19. Unless the parents realize it's the hormones that act and learn to respond rather than react. It will certainly begin at age 13, and I give you my word, it goes far beyond 19. So today we have Mrs. Radha Devi Devarajan, who's a postgraduate with MPhil and B.Ed in mathematics, a teacher who knows the pulse of students, a budding psychologist. So, ma'am, Welcome to the brand new episode of Spectrum Podcast. we are so glad that you're here. Thank you, Meera. 1 in 6 people are aged between 10 to 19 years. അതിൽ തന്നെ ഒരു 14% ഓഫ് ദം ഗോ ത്രൂ മെൻ്റൽ ക്രൈസിസ്. അഡോളസൻസ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് ആൻഡ് ഫോർമേറ്റീവ് ഫേസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. Well said. As an adolescent yourself, I'm glad ഇത്രയും അഡോളസൻസിനെ കുറിച്ച് ഡാറ്റ കളക്ട് ചെയ്തത്. ഇറ്റ്സ് റിയലി ഗുഡ്. ശരിക്കും അഡോളസൻസ് എന്ന വാക്ക് ലാറ്റിൻ ഭാഷയിൽ നിന്ന് അഡോളസിയർ എന്നതിൽ നിന്നാണ് വന്നത്. ഇറ്റ് ലിറ്ററലി മീൻസ് ടു ഗ്രോ ഇൻ ടു മെച്യൂരിറ്റി. ശരിക്കും അതൊരു ട്രാൻസിഷൻ പീരീഡാണ്. കുട്ടിയും അല്ല അഡൽട്ടും അല്ല. സോ ഒരു കൺഫ്യൂഷൻ നിറഞ്ഞ പീരീഡാണ്. ദാറ്റ് ഈസ് വൈ അഡോളസൻസ് ഡു നോട്ട് നോ എക്സാക്ട്ലി വാട്ട് ടു ഡു ആൻഡ് ദേ ആർ ഹൈലി മിസ്അണ്ടർസ്റ്റുഡ് ആൻഡ് മിസ്ഇൻറ്റർപ്രറ്റഡ് ആ ഒരു ടൈമിൽ. ശരിക്കും ആ ടൈമിൽ ഇൻഡിസിസീവ്നെസ് ഉണ്ടാവും, ഡിസൈഡ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാവും, പിന്നെ ഇൻവൾണറബിലിറ്റി ചിലർക്ക് ഉണ്ടാവും, മീൻസ് എന്തും പറയാം എന്നുള്ള രീതിയിൽ. സോഷ്യൽ എക്സ്ക്ലൂഷൻ. പിന്നെ അവർക്ക് ഒരു പുറത്തുനിന്ന് കാണുമ്പോൾ ഇറ്റ് വിൽ സീം ലൈക്ക് ഒരു ധിക്കാരം എന്ന് തോന്നും, ബട്ട് ഇറ്റ്സ് നോട്ട് സോ. ടോട്ടലി ഹോർമോണൽ ചേഞ്ച് ആണ് ആ സമയത്ത്. സോ ദ ഹോർമോൺസ് ആർ ആക്ച്വലി വർക്കിംഗ് ഓൺ ദം. അതാണ് അതിൻ്റെ ഒരു ശരി. അപ്പം നേരത്തെ പറഞ്ഞ പോലെ 1 in 6 പീപ്പിൾ ആർ ഏജ് ബിറ്റ്വീൻ 10 to 19 years. അതിൽ തന്നെ 14% എന്ന് പറയുന്നത് മെൻ്റൽ ക്രൈസിസിൽ they are experiencing that. പക്ഷെ yet these remain largely untreated, unrecognized. അതുപോലെ തന്നെ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇറ്റ്സ് എ ലീഡിങ് കോസ് ഓഫ് ഡെത്ത്. ഈവൻ ഇഫ് വി ഡോണ്ട് റെക്കഗ്നൈസ് ഇറ്റ്സ് ദെയർ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ മെൻ്റൽ ക്രൈസിസ് ഇറ്റ്സ് ഗോയിങ് ടു ലൈക്ക് എന്താ പറയുക, നിങ്ങളെ കൂടെ തന്നെ പാരന്റിങ് വരെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഇറ്റ് ക്യാൻ ഗോ. അപ്പം ദാറ്റ് ഇസ് ട്രൂ. ഈ ഡിപ്രഷൻ എന്നുള്ള വാക്ക് കുറേ മുൻപ് വളരെ റെയറായിട്ട് നമ്മൾ കേൾക്കുന്നതായിരുന്നു. ലൈക്ക് കുറച്ച് എൽഡർലി പീപ്പിൾ. ഇപ്പം മേ ബി ഒരു LP ലെവൽ അല്ലെങ്കിൽ UP ലെവൽ കിഡ്സിന് പോലും ഉണ്ടാവുന്നതാണ്. മേ ബി അത് ഇല്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അത് അങ്ങനെ എക്സ്പോസ് ആവാഞ്ഞിട്ടാണെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. കാരണം സാഹചര്യങ്ങൾ വ്യത്യാസമാണല്ലോ. സോ നേരത്തെ പറഞ്ഞ പോലെ ഏർലിയർ ഡേയ്സിൽ ലൈഫ് ലെസൺസ് ഒരുപാടാണ്. സോ ദേ ന്യൂ ഹൗ ടു ഫേസ് ചാലഞ്ചസ്. ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെ പ്രഷേഴ്സ് ഒരുപാടുണ്ട്, പേരൻറ്റിങ് അത്ര ഇതല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഓവർ പ്രൊട്ടക്റ്റീവ് എന്നുള്ള ഒരു സംഭവം വരുന്നല്ലോ. അപ്പം ദേ ഡോണ്ട് ഡയറക്ട്ലി ഫേസ് ചാലഞ്ചസ്, അങ്ങനത്തെ ചാലഞ്ചസ്. അപ്പം ആ ഒരു സിറ്റുവേഷൻ്റെ ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ എക്സ്പോഷർ ഓഫ് കോഴ്സ്. പണ്ടൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫോർ എക്സാമ്പിൾ IT, ഓഫ് കോഴ്സ് ടെക്നോളജി ഇംപ്രൂവ് ആയി, ഇറ്റ്സ് വെരി ഗുഡ്. പക്ഷേ അതിൻ്റെ ഒരു മിസ്യൂസ് കൊണ്ട് പലതും ഉണ്ടാവുന്നുണ്ട്. സോ ഓൾ ദോസ് കോസസ് വർ നോട്ട് ദെയർ. പണ്ട് റൂട്ട് കോസ് ഓഫ് ദിസ് എന്താ പറയുക, ഇങ്ങനെ കൂടുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? ഡിപ്രഷൻ. Many reasons. One thing is they don't have anyone to talk to. അതാണ് talk to in the sense കൗൺസിലിംഗിൽ ഞങ്ങൾ പറയാ ആക്റ്റീവ് ലിസണിങ് ആണ്, നോട്ട് ജസ്റ്റ് ലിസണിങ്. പാസീവ് അല്ല. സോ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് കേൾക്കുമ്പോൾ പറയരുത്, കേൾക്കുമ്പോൾ കേൾക്കണം, പറയുമ്പോൾ പറയരുത്, പറയുമ്പോൾ കേൾക്കണം. സോ കേൾക്കുമ്പോൾ വെൻ യു ആർ ലിസണിങ് യു ഷുഡ് ടോക്ക്, ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. കേൾക്കുമ്പം കംപ്ലീറ്റ്ലി കേൾക്കണം. അനദർ തിങ് ഇസ് പറയുമ്പോഴും പറയരുത്. സോ യു ഷുഡ് വെയിറ്റ്. അവർ പറയുമ്പം വി ഷുഡ് മനസ്സിൽ പോലും ഒരു സൊല്യൂഷൻ ചിന്തിക്കരുത് എന്നാണ് പറയുക. യു ഷുഡ് കംപ്ലീറ്റ്ലി ബ്ലോക്ക് യുവർ മൈൻഡ് ആൻഡ് ജസ്റ്റ് ലിസൺ. അതാണ് that is very bad actually. That is because they think, especially parents, teachers, they think children can't think. അതുകൊണ്ടാണ് നിനക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞു തരാം. ആക്ച്വലി അങ്ങനത്തെ ആവശ്യമേ ഇല്ല. എവ്രിബഡി, ഈവൻ സ്മോൾ കിഡ്സ് ക്യാൻ തിങ്ക് ഓൺ ദെംസെൽസ്. അപ്പോൾ ഒരിക്കലും നമ്മൾ സൊല്യൂഷൻസ്, മോർ ദാൻ സൊല്യൂഷൻസ്, അഡ്വൈസ് ഇപ്പം എൻ്റെ ഒരു പ്രായത്തിൽ പോലും ഇഷ്ടമല്ല. നോബഡി ലൈക്സ് അഡ്വൈസ്. അപ്പം അഡ്വൈസ് കൊടുക്കുക കുട്ടികൾക്ക് എന്നുള്ളത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി വാട്ട് ഇസ് ഇറ്റ്സ് ആൻ അൺഫോർച്ചുനേറ്റ് തിങ്. I feel like teenagers അഡ്വൈസ് കൊടുത്താൽ അതിന്റെ ഓപ്പോസിറ്റ് എന്താ ചെയ്യല്ലോ. ഇപ്പം ടീനേജേഴ്സ് പോലും അല്ല, ഈവൻ സ്മോളർ കിഡ്സ്. കാരണം ഇറ്റ്സ് എ തിങ്. അഡ്വൈസ് എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ വാട്ട് ഇസ് എ കംഫർട്ടബിൾ തിങ് ഫോർ എനിബഡി. സോ അതിന് പകരം നമുക്ക് സജഷൻസ് കൊടുക്കാം. സജഷൻസ് ആർ ആക്സെപ്റ്റബിൾ. നമ്മൾ ഒരുമിച്ചിരിക്കാം എന്ന് പറയാം. ദെൻ ജസ്റ്റ് ടെൽ യുവർ സജഷൻസ്, നിങ്ങളുടെ ഇഷ്യൂസ് പറയാം, അവരോട് പറയിപ്പിക്കാം. അങ്ങനെ ആവുമ്പം
it will form a good thing. So we were talking mainly about this mental health. The thing is depression ഇപ്പം കൂടുന്നതിൻ്റെ വേറൊരു കാരണം ഇതൊക്കെ തന്നെ എക്സ്പോഷേഴ്സ് ഒരുപാടാണ് എന്നുള്ളതാണ് വൺ മെയിൻ റീസൺ. പിന്നെ ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ ഓർ ചേഞ്ച്ഡ് ലൈഫ് സ്റ്റൈൽ ഫുഡ്, ദ ഫുഡ് വി ഹാവ്. പണ്ടൊക്കെ ഹോം കുക്ക്ഡ് ഫുഡാണ് കൂടുതൽ, എപ്പോഴെങ്കിലും വൺസ് ഇൻ എ വൈൽ ദേ ഗോ ടു ഹോട്ടൽ ആൻഡ് ഓൾ ദാറ്റ്. പക്ഷെ ഇപ്പം ഇൻ മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് ഇറ്റ്സ് ബിക്കം എ ഫാഷൻ. കേരളത്തിൽ ഈ അടുത്തേ കണ്ടുള്ളൂ, ബട്ട് ഔട്ട്സൈഡ് കേരള ഇറ്റ്സ് ബിക്കം എ ഫാഷൻ. Food and nutrition has a major certainly മെന്റൽ ഹെൽത്തിനും ഉണ്ട്, ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ലാണ്ട്. ദ ഫുഡ് വി ഈറ്റ് ഇസ് വാട്ട് വി ആർ എന്ന് പറയും. സോ ലൈക്ക് ദാറ്റ് സോ മെനി കോസസ് ആർ ദർ. അപ്പം ഈ ഡിപ്രഷൻ നാച്ചുറലി ഇറ്റ് കംസ് ടു ഈവൻ കിഡ്സ്, യങ് വൺസ് തീർച്ചയായിട്ടും വരുന്നുണ്ട്. സോ അതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞത് നേരത്തെ പോലെ ഇഫ് ദ പേരൻറ്റ് ക്യാൻ ലിസൺ ആക്റ്റീവ്ലി, ആക്റ്റീവ് ലിസണിങ് ചെയ്യാമെങ്കിൽ, ഓർ സംബഡി ഏതെങ്കിലും ഒരു അഡൾട്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നവരാണ്. സോ ഇഫ് ദർ ഇസ് എൻ അഡൾട്ട് ഹെൽപ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഈ യങ്സ്റ്റേഴ്സിന് അഡോളസൻസിന് കോപ്പപ്പ് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ മെനി ഓഫ് ദം ഡു നോട്ട് ഹാവ് ദാറ്റ്. അവർക്ക് അറിയുന്ന പോലും ഇല്ല ദേ ഹാവ് ടു. അതുകൊണ്ട് തന്നെ ദാറ്റ് തിങ് ഇസ് ബോട്ടിൽഡ് അപ്പ്. അവരുടെ ഇമോഷൻസ് ആർ എന്താ ഒരു ചട്ടക്കൂട്ടിൽ അടച്ചു എക്സ്പ്രസ് ചെയ്യാതെ ഉണ്ട്. ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ബിക്കോസ് ഓൾ ഓഫ് എ സഡൻ ഇറ്റ് വിൽ ബർസ്റ്റ് ഔട്ട്. ഐ ഫീൽ ലൈക്ക് ദ റൂട്ട് കോസ് ഓഫ് ഇറ്റ് ഇസ് ദാറ്റ് അവർക്ക് സംസാരിക്കാൻ ആരുമില്ല, അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആവുകയാണ് ആ ഇമോഷൻസ്. ഈവൻ എൽഡേഴ്സ് ഡോണ്ട് സീം ടു നോ ദാറ്റ് ദേ ഷുഡ് പ്രൊവൈഡ് എ ചാൻസ് ഫോർ ദം ടു ടോക്ക്. അത് കൊടുക്കുന്നില്ല. വൺസ് അഗൈൻ ബ്ലെയിം ചെയ്യല്ല, അവർക്കും അറിയുന്നില്ല എന്നുള്ളതാണ്. സോ അങ്ങനത്തെ കേസസിൽ ഇഫ് ദ യങ്സ്റ്റേഴ്സ് ഡു നോട്ട് ഹാവ് എനിബഡി ഇൻ ദിയർ നോൺ സർക്കിൾ, what they can do is there are always people to help, professionals ഉണ്ട്. that is what counselors എന്ന് നമ്മൾ പറയും, psychologists എന്ന് പറയും. തീർച്ചയായിട്ടും they can approach them. അപ്പോൾ അതിൽ ഇപ്പം കുറേ മാറി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ടൊക്കെ ഒരു കൗൺസിലറുടെ അടുത്ത് പോകണം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു എക്സാക്ട്ലി സ്റ്റിഗ്മ. അപ്പം അതൊരു അയ്യോ പീപ്പിൾ വാട്ട് വിൽ പീപ്പിൾ തിങ്ക്, എനിക്ക് എന്തോ ഒരു മെന്റൽ ഡിസോർഡർ ഉണ്ട്. മോർ ദാൻ അതേ എന്താ പറയാ ഈ സൈക്കോളജിനെ സൈക്യാട്രിനോട് ഡൗട്ട് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതാണ്. പക്ഷെ ഈവൻ സൈക്യാട്രി ഇസ് നോട്ട് ദാറ്റ് ബാഡ്. ഇറ്റ്സ് നോട്ട് ബാഡ്, ഇറ്റ്സ് ജസ്റ്റ് ദ മെഡിക്കേഷൻസ് ദാറ്റ് ഇസ്. അത് നമ്മുടെ ചില സമയത്ത് നമ്മുടെ സൈക്കോളജി കാൻ't help. Actually it is a combined effect is better. A psychologist and psychiatrist ചിലതിലൊക്കെ കേട്ടോ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചില കെമിക്കൽ ചേഞ്ചസ് ആണ്, അത് ബാലൻസ് ചെയ്യാൻ ദേ ജസ്റ്റ് ഗിവ്. ഇതിൽ കുറേ മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ സൈക്യാട്രിസ്റ്റ് യൂസ് ചെയ്തിരുന്ന ടാബ്ലറ്റ്സ് ഒക്കെ ദേ വർ ഹാംഫുൾ കുറച്ച്. പക്ഷേ ഓഫ് ലേറ്റ് ഒരു കഴിഞ്ഞൊരു 15 to 20 years they have the medicines have developed. അപ്പോൾ അങ്ങനത്തെ എഫക്ട്സ് ഒന്നുമില്ല. Do you think this is a misconception which is like എന്താ പറയുക, നമ്മളിപ്പം ഈ മെഡിസിൻ കൊണ്ട് നമ്മളെ മെന്റൽ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ഒറ്റയ്ക്ക് വി കാൻ ഡു ഇറ്റ് ourselves. മെഡിക്കേഷൻ എടുത്താൽ സൈക്യാട്രി അത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എടുക്കേണ്ട ആവശ്യം വരും, നമ്മളെ സ്ട്രെങ്ത് പോകുന്നു. ദാറ്റ് ഈസ് എ മിസ്കൺസെപ്ഷൻ. പക്ഷേ ദ പേഴ്സൺ, ദ ഡോക്ടർ വിൽ ഡിസൈഡ് എത്ര കാലം കഴിക്കണം എന്നുള്ളത് ദ ഡോക്ടർ വിൽ ഡിസൈഡ്. പക്ഷേ ആസ് ഐ സെഡ് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല ഇന്നത്തെ കാലത്ത്. വൺസ് ദ ഡോക്ടർ ഗെറ്റ്സ് എ കൺഫർമേഷൻ, അവർക്ക് അറിയാലോ. ആൻഡ് ഇഫ് നെസസറി ദ സൈക്കോളജിസ്റ്റ് ആൻഡ് സൈക്യാട്രിസ്റ്റ് വിൽ ഡിസ്കസ്. അപ്പോൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ കം ഔട്ട് ഓഫ് ഇറ്റ്. അത്ര ഇറ്റ് ഇസ് നോട്ട് എ മെന്റൽ ഇൽനെസ്, റൈറ്റ്? Disorders can certainly be what to say, cured. That is it. So the stigma towards therapy should be changed. Certainly. I don't know if immediate change would come, but there is a change seen. There is more people are coming to psychologists. And അതാണ് സോഷ്യൽ മീഡിയ ഒരു ഗുഡ് ക്വാളിറ്റി കൂടിയാണെന്ന് തോന്നുന്നു തെറപ്പി എന്ന് പറയുന്ന സാധനം. ബിക്കോസ് ചിൽഡ്രൻ ആയാലും ഈ ഇംഗ്ലീഷ് മൂവീസ്, ഹോളിവുഡ് മൂവീസ് കാണുമ്പോൾ No, I feel like they just like therapy is good. It has become a common thing. അവർക്കത് നോർമൽ ആണ്. It's എന്താ പറയാ, we can control it ourselves, we can do it on our own. പക്ഷേ why take the burden? That's true. No, in certain cases we can't. That is there. ഒരു threshold എത്തുമ്പോൾ we won't be able to. So certainly everything has an extent. That is there. As you said, it's not compulsory. In certain cases you can solve it on your own. അപ്പോൾ അങ്ങനെ also why do you have to, what do you have to tell about like ഈ തെറപ്പി ഒരു സെഷൻ തന്നെ അല്ലല്ലോ. അപ്പം അത് കണ്ടിന്യൂ ചെയ്യുന്നതിനെ കുറിച്ച് ലൈക്ക് പീപ്പിൾ ടെൻഡ് ടു stop it on the first session and all. Adu maybe because they weren't comfortable in the first session. പക്ഷേ usually what we do is in the first session we just create a rapport created because the person should have a trust rapport in the sense we should have that
Generally we ask about them. Yeah, like that. Okay. And because they should have a trust on us. അതുണ്ട്. ആ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് കൗൺസിലിംഗിൽ ബേസിക്കലി വി ആർ സപ്പോസ് ടു സൈൻ ചെയ്യണം. ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി കോൺഫിഡൻഷ്യൽ. അപ്പം നോൺ എത്തിക്കൽ ആവും നമ്മൾ പുറത്ത് ഷെയർ ചെയ്യാൻ, ഈവൻ ടു ഫാമിലി. അപ്പൊ അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു കൊടുത്ത് even if we don't tell the name of that person, it is എക്സ്പീരിയൻസസ് യു ക്യാൻ സേ. ദാറ്റ് ഇസ് ഇറ്റ്. അപ്പം അങ്ങനെ വരുമ്പം അപ്പം അവരൊരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ ബേസിക് ആയിട്ട് വൈ ഹാവ് യു കം, ഹൂ സെൻറ്റ് യു എന്നുള്ള രീതിയിൽ കുറച്ച് നമ്മൾ ചോദിച്ച് വിൽ ജസ്റ്റ് ടേക്ക് ദ ഡേറ്റ, അത്രയേ ഉള്ളൂ. ആഫ്റ്റർ ദാറ്റ് ദേ വിൽ ഹാവ് ടു കംഫർട്ട്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഹൗ ഡീപ്പ് ഇറ്റ് ഇസ് എന്നുള്ളതിനാണ്. സോ ദേ വിൽ ഹാവ് ടു കണ്ടിന്യൂ. പിന്നെ അതുപോലെ തന്നെ what do you think we should do to not bottle up our feelings? Pardon, I didn't get. Not bottle up our feelings. Yeah, not bottle up. These are all the things. One thing is we first of all we can find time for ourselves. അത് എത്ര പേര് ചെയ്യും എന്നറിയില്ല. ആ ഒരു നോളജ് ഉണ്ടെങ്കിൽ യു കൻ സിറ്റ് എവറി ഡേ, അല്ലെങ്കിൽ വൺസ് എ വീക്ക് ഓർ വൺസ് ഇൻ 2 weeks ഇരുന്ന് യു കൻ ആനലൈസ് ലാസ്റ്റ് 2 weeks ഞാൻ എങ്ങനെയായിരുന്നു, ഹൗ വാസ് ഐ ഏബിൾ ടു കൺട്രോൾ മൈ ഇമോഷൻസ്, കൺട്രോൾ അല്ല മാനേജ് മൈ ഇമോഷൻസ്. ആ രീതിയിൽ യു കൻ ആനലൈസ് യുവർ സെൽഫ്. സ്വന്തം ഒരു ക്രിറ്റിസിസം, ബോത്ത് എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നമ്മൾ വിത്തൗട്ട് ജഡ്ജ്മെന്റ് വി ക്യാൻ, ബിക്കോസ് ആർ എയിം ഇസ് നമുക്ക് ഇംപ്രൂവ് ആവണം എന്നാണല്ലോ. അപ്പൊ അങ്ങനെ അനലൈസ് ചെയ്യാം. അത് എല്ലാവരും കേസിൽ ആപ്ലിക്കബിൾ ആണോ? ആപ്ലിക്കബിൾ ഇഫ് ദേ റിയലൈസ് പെർസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നത്, ലൈക് കോൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നത് ഇല്ല എന്നുള്ളത് ശരിയാണ്, പ്രാക്ടിക്കൽ. പക്ഷേ ദേ ക്യാൻ. ഇപ്പം നമുക്ക് അത്രയും മൈ മെന്റൽ ഹെൽത്ത് ഇസ് ഇമ്പോർട്ടന്റ് എന്നുള്ള റിയലൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. ഇപ്പൊ നമ്മൾ വിശന്ന് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ കഴിക്കുന്നുള്ളൂ, സെയിം വേ, അത്രയേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു അപ്പൊ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തേണ്ട കാലമായി, ലൈക് ടു മെന്റൽ ഹെൽത്തിനെ പുട്ട് ഫസ്റ്റ്. തീർച്ചയായിട്ടും മെന്റൽ ഹെൽത്ത് ഡിസ്റ്റർബ് ചെയ്താൽ ഫിസിക്കലി ഓൾസോ വി വോണ്ട് ബി ഏബിൾ ടു. ദാറ്റ്സ് ഇമ്പോർട്ടന്റ് ടോപ്പിക്. The thing is that body and mind is connected. Yeah, they are very much interrelated. അതാണ്. സോ ഈ ആധി വ്യാധി എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, രണ്ടേത്. അതാണ് ആധിയാണ് വ്യാധിക്ക് കാരണം എന്ന് പറയുന്നത്. മനസ്സിലെ ആധിയാണ് ഫിസിക്കലായിട്ട് വരുന്ന വ്യാധിക്ക് കാരണം. സോ ദാറ്റ് അതുപോലെ തന്നെ ഇപ്പം ഡിപ്രഷനിലൂടെ കടന്ന്, ആൻസൈറ്റിയിലൂടെ കടന്നു പോകുന്ന കുട്ടിക്ക് they can't eat food. So many physical, it will feel like they'll vomit the food. Certainly. And also sleep. Sleep issues will be there. Deprive ആവും, അങ്ങനെ losing interest, withdrawn, getting withdrawn, അങ്ങനെ ഒരുപാടുണ്ട്. So that is it. അപ്പം so we should look for the signs. വി ആർസെൽസ് കനോട്ട് ഫൈൻഡ് ഔട്ട് ദ സയൻസ്. നമ്മൾക്ക് അത്രയും നമ്മുടെ ഫാമിലി അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കിയാൽ അത് കുറച്ച് ഡേഞ്ചറസ് ആണ്. കാരണം ഇപ്പം ബേസിക്കലി ഈ പറഞ്ഞ പോലെ അഡോളസൻസിലൊക്കെ ചില ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സും ബിഹേവിയറും ഉണ്ടാവുമല്ലോ. അത് നമ്മൾ കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പാടില്ല. അത് പെർസിസ്റ്റന്റ് ആയിട്ടുണ്ടെങ്കിൽ, കുറേ ആയിട്ടുണ്ടെങ്കിൽ, എക്സാക്ട്ലി കുറച്ച് എക്സ്ട്രീമിലേക്ക് പോയി കഴിഞ്ഞാൽ, അങ്ങനെയല്ല. അപ്പം വീക്കെൻഡ് നമുക്ക് സംശയം വരികയാണെങ്കിൽ we can actually consult, help നമുക്ക് ഇതാക്കാം എന്നുള്ളതാണ്. അപ്പം ബോഡി ആൻഡ് മൈൻഡ് ഇസ് കണക്റ്റഡ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് if mind is disturbed, body will get disturbed, and vice versa. Vice versa. അപ്പം so what do you also have to tell about the എന്താ പറയാ crying and also letting out our emotions? അത് ഏറ്റവും കൂടുതൽ ആ സപ്രൈസ് ആയിട്ട് കാണുന്നത് ബോയ്സിലാണ്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി മാറുന്നുണ്ട് എന്ന് എനിക്ക് I don't know, but then they are still shy. I mean, not shy, but then they're scared to let out their feelings. Females ലാകുമ്പോ കുറച്ചുകൂടി they are that's there. Yes. അത് ആസ് യു സെഡ് സ്റ്റിഗ്മ എന്ന് പറഞ്ഞത് ഇവിടെ ബിക്കോസ് എൻ്റെ UP സ്റ്റുഡൻസിനോട് ഞാൻ ചോദിച്ചു, വി ഹാഡ് എ ലെസൺ ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ അത് ടീച്ച് ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു ടു ബോയ്സ്, വാട്ട് ഡു യു ഫീൽ അബൌട്ട് ക്രൈയിങ് ഔട്ട് ചോദിച്ചപ്പം no one was comfortable. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഇല്ല ഞങ്ങൾക്ക് അറിയാം, അത് മോശമല്ലേ. UP because nowadays UP means like they've evolved a lot. ശരിക്കും ടീനേജ് എംബാർക്ക് ചെയ്യുന്നത് 11 years. As you said 10 to 19. It is going. That is there. അപ്പം അവർ പറഞ്ഞത് we are not comfortable. അയ്യേ അത് മോശമല്ലേ, ആൺകുട്ടികൾ കരയും. So that is instilled. And also അത് മാത്രമല്ല, പെൺകുട്ടികൾ കരയുമ്പോൾ boys do tend to ask that. It's not their fault അല്ല, boys and girls differ എന്നുള്ളതാണ്. അപ്പോൾ they can't accept. അതുണ്ട്, they don't like, അവര് they get disturbed seeing girls crying. അതാണ്. So why are you crying for such silly things? Silly things. Silly things which is not actually silly for the person crying. That is there. പൊതുവേ സാരമില്ല എന്നുള്ളത് പറയരുത് എന്ന് പറയും. സാരമില്ല when people come to us because അവർക്ക് സാരമുണ്ട്, നമുക്കില്ലെങ്കിലും. That is
ഇസ് ദെയർ. അപ്പം വി വർ ടോക്കിംഗ് അബൌട്ട് ബോയ്സ് ക്രൈയിങ്. ക്രൈയിങ് ഇസ് ആക്ച്വലി എന്താ പറയുക, ഇറ്റ് ഇസ് എ വേ ഓഫ് എക്സ്പ്രസിങ് അവർ ഫീലിങ്സ്, നോട്ട് ഫോർ അതേഴ്സ്. നമുക്ക് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ലെറ്റ് ഔട്ട് ആണ്. പക്ഷെ അത് കൂടുതൽ ഒരു റെഗുലർ ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇറ്റ് മേ ക്രിയേറ്റ് ഇഷ്യൂസ് എന്നുള്ളതാണ്. ബട്ട് ജനറൽ ക്രൈയിങ് ഇസ് ഓക്കെ. ബോയ്സിന്റെ കാര്യത്തിൽ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ റിലേറ്റീവ്സിന്റെ ഇടയിൽ ചെറിയ കുട്ടി കരയുമ്പോൾ, ആൺകുട്ടികൾ കരയോ, നീ എന്താ ഒരു പെൺകുട്ടികളെ പോലെ. സോ അതാണ് a compliment. Yeah, It's certainly. yeah, Certainly, that like, is what. They are telling that പെൺകുട്ടികളെ പോലെ ആവുന്നത് it's not good. Fine, that is true. അതാണ്. അപ്പോൾ അവർ അത് കേട്ട് വളരുമ്പോൾ നാച്ചുറലി ദേ ഫീൽ ഇറ്റ്സ് നോട്ട് ഓക്കെ. അത് എങ്ങനെയാണ് വാട്ട് ഇസ് പുട്ട് ഇൻ ദം എന്നുള്ളതല്ലേ. ദാറ്റ് ഇസ് ബട്ട് yeah, crying social is conditioning plays it comes from family. genetic ആയിട്ടും ചിലത് വരും, social genetic ആയിട്ടും വരും. genetic ആയിട്ടും ഒരുപാട് നമ്മുടെ ബിഹേവിയർ ജനറ്റിക് ആയിട്ട്, ഇറ്റ് നീഡ് നോട്ട് ബി ഫ്രം അവർ പേരൻസ്. അത് ചിലപ്പോൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, നമ്മുടെ അങ്ങോട്ട് പോകുന്ന പലരിൽ നിന്നും നമുക്ക് വരും. സോ ദാറ്റ് വിൽ ഓൾസോ കം. കണ്ടീഷനിങ് വരും തീർച്ചയായിട്ടും. നോട്ട് ജസ്റ്റ് ബിഹേവിയർ, കണ്ടീഷനിങ്ങും ചിലപ്പം വരാവുന്നതാണ്. അങ്ങനെയാണ് സംഭവം.